അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വയസ്സായ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി പ്രോട്ടീൻ റിച്ച് ഫുഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട്, കാഷ്യൂനട്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പൊട്ടുകടല. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ല, ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ എൻ്റെ ബേബിക്ക് ഒരു നേരം കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് നല്ല രീതിയിലായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം, ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ല രീതിയിലൊന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് എന്താ പറയുക വറവ് ആക്കി എടുക്കാനാണ്. അപ്പോൾ ഇതാ ഈ രീതിയിൽ വറവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. സംഭവം നമുക്ക് ഇതൊന്ന് വറക്കാതെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും എനിക്ക് കിട്ടാറില്ല, നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടാറില്ല. എന്നിട്ട് ഇതാ ആ ഒരു പൗഡർ വലിയ ടീസ്പൂണിൽ 3 ടീസ്പൂണ് ഇത്രയും വലിയ സ്പൂണിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നേരം നമ്മുടെ മക്കൾ എത്രത്തോളം കഴിക്കുക അത്രത്തോളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളത്തിൽ നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാൻ, കുറുക്കിയെടുക്കാൻ. അങ്ങനെ ഞാൻ കുറുക്കിയെടുക്കുകയാണ്. കൈവിടാതെ കുറുക്കണം, കാരണം അടി പിടിക്കാതെ, വെള്ളം വറ്റുന്തോറും അടി പിടിക്കാതെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് നല്ല രീതിയിലായിട്ട് ഒരു എന്താ പറയുക ഒരു കട്ടിയായിട്ട് ഇങ്ങനെ കുറുകി വരില്ല, ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല, കാരണം ആൽമണ്ടും പൊട്ടുകടല ആയാലും കാഷ്യൂനട്ട് ആയാലും ഒക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഈ ഫുഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.